പാറു ശ്രദ്ധിച്ച് കയറണേ, ബാക്കിലേക്ക് നോക്കരുത്, മുമ്പിലേക്ക് നോക്കിട്ട് തന്നെ പോണേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് പാനിയേരി പോറിലാണ്. ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടവും പിന്നെ വെള്ളമൊഴുക്കൊക്കെ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കാക്കനാട് നിന്നാണ് വന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ പിടിച്ചു ഇവിടെ എത്താൻ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ എൻട്രി ഫീസും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം, നമുക്ക് ഉള്ളിൽ പോവാം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ പാർക്കിംഗ് സ്പേസ്. ഇവിടെ ഇന്ന് സൺഡേ ആയത് കാരണം കുറേ വണ്ടികളുണ്ട് കേട്ടോ, ട്രാവലറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതവിടെ കാർ പാർക്കിംഗ് ആണ് മുഴുക്കെ. ഇവിടെ നോ ഫുഡ് ഓർ ഡ്രിങ്ക് ബിയോണ്ട് ദിസ് പോയിന്റ്. ഇതെവിടെയാണ് ടിക്കറ്റ്. ഇവിടെ നമുക്ക് കാണാം, മുതിർന്നവർ 50 രൂപ, കുട്ടികൾക്ക് 10 രൂപ. ഇതാ ചാർജസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ എൻട്രി. പിന്നെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മലയാറ്റൂർ ഡിവിഷൻ, പാനിയേരി പോര്. ഓക്കെ, ഡൂസും ഡോൺസ് ഒക്കെയാണ്. അപ്പോൾ പോസ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങൾ 3 പേര്. കുട്ടിക്കുണ്ടോ? കുട്ടിക്ക് 5 വയസ്സ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഇവിടെ ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആണ്. സമയത്ത് ഓക്കെ, അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ പറഞ്ഞ ക്യാഷ് പേയ്മെൻ്റ് അല്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡോ. പിന്നെ നമ്മളെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എൻട്രൻസിലെ നല്ലൊരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പാനിയേരി പോര് ഇക്കോ ടൂറിസം, കേരളം വനം വന്യജീവി വകുപ്പ്. അവിടെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതാണ് എൻട്രൻസ്. പാനിയേരി പോരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി, ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ നല്ല കരിങ്കല്ലിട്ട റോഡൊക്കെയാണ്. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുണ്ട്, വേസ്റ്റ് ഇടാൻ പാടില്ല, 5000 രൂപ പിഴയാണ്. ഇവിടെ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നാടൻ തട്ടുകട, ചായ കാപ്പി ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വരുമ്പോൾ നോക്കാം. ഇതിന് നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബ്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അധികം റഷ് ഒന്നും കാണുന്നില്ല. നമ്മൾ രണ്ട് സൈഡും ലെഫ്റ്റിലും റൈറ്റിലും കാടാണ് അല്ലേ. വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുരങ്ങന്മാരെ കണ്ടു. കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കുകയാണ് അല്ലേ പാറു? നമ്മൾ കുരങ്ങന്മാരെ കണ്ടില്ലേ? നല്ല തണുപ്പാണ്. ഇപ്പോൾ ഏകദേശം 1 മണിയായി, പക്ഷെ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല അല്ലേ. നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ. കോൺടാക്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടെ പോയാലും പാറുവിന് ഒരു ഊഞ്ഞാൽ കിട്ടും അല്ലേ. നമ്മൾ അന്ന് ബീച്ചിൽ പോയപ്പോഴും പാറുവിന് ഊഞ്ഞാൽ കിട്ടി, ഇവിടെ വന്നപ്പോഴും പാറുവിന് ഊഞ്ഞാൽ കിട്ടി. പിടിച്ചേക്കണേ പാറു, ഇങ്ങനത്തെ ഊഞ്ഞാൽ ആടിയിട്ടില്ലല്ലോ. ഇനി പോവാ. അവൾക്ക് ആടിയിട്ട് മതിയാവുന്നില്ല. പിന്നെ 4 പുറം ഇലക്ട്രിക് വേലികളാണ് കേട്ടോ. ഡോണ്ട് ടച്ച് കണ്ട, പവർ ഫെൻസിങ് കണ്ട, ഇതൊക്കെ പവർ ഫെൻസിങ് ആണ്. നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് ചെറുതായി വരികയാണ് അല്ലേ ലിമോ? ചെറിയ റോഡാണ്. നേരത്തെ വലിയ റോഡായിരുന്നു, ഇപ്പോൾ 1-2 പേർക്ക് നടക്കാവുന്ന ചെറിയ റോഡുകളാണ്. കാട്ടിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ലിമോ? കാട് തന്നെയാണ്, അല്ല കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണ് നോക്കിയേ ഇതൊക്കെ കാണാൻ. ഇവിടെ ആക്ച്വലി നല്ല സീനറിയാണ് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടും വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാം. സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ല സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയാണ്, 1:30 ആയി, പക്ഷേ നല്ലൊരു കൂൾ ക്ലൈമറ്റാണ് ഇവിടെ. നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നാലേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പുഴയും പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഏർമാട ഉണ്ട് കേട്ടോ. ഏർമാട ഇപ്പോൾ ശരിയാക്കിയതാണ് തോന്നുന്നു, കാരണം ഇപ്പോൾ കെട്ടൊക്കെ കാണുമ്പോഴേ പുതിയതുമാതിരി തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കയറാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കിയാലോ പാറു? പാറു ശ്രദ്ധിച്ച് കയറണേ, ബാക്കിലേക്ക് നോക്കരുത്, മുമ്പിലേക്ക് നോക്കിയിട്ട് തന്നെ പോണേ. അവിടെ നിന്നാ മതി, ഞാൻ അച്ഛ വരാം. അങ്ങനെ ഞാനും പാറും മേരമാടത്തിന് മുകളിൽ കയറി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കയറി വന്നപ്പോഴേ, ഒരു പ്രത്യേക ഫീലിംഗ്. നമുക്ക് ഇവിടുന്ന് മുഴുക്കെ കാണാം. ഇവിടുന്ന് മുഴുക്കെ നമുക്ക് പുഴ കാണാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. ഇതെൻ്റെ ആക്ച്വലി 3ാമത്തെ ഏറമാടാണ്. ഞങ്ങൾ വേറെയും കുറേ സ്ഥലത്ത് പോയപ്പോൾ അവിടെയും ഇങ്ങനെ ഏറമാട ഉണ്ടായിരുന്നു, അവിടെയും കയറിയായിരുന്നു. എല്ലാത്തിനും ഒരു പ്രത്യേക സുഖം തന്നെ. പക്ഷേ പൊട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ അധികം കാറ്റൊന്നുമില്ല അല്ലേ പാറു? നമ്മൾ അന്നൊരു സ്ഥലത്ത് പോയപ്പോൾ, അന്നത്തെ സ്ഥലത്ത് നമ്മൾ പോയിരുന്നു, ഒരു വലിയൊരു മരത്തിൻ്റെ മുകളിൽ കയറുന്നില്ലേ, സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ആലപ്പുഴയിൽ പോയപ്പോൾ അവിടുത്തെ ഏറമാടത്തിൽ കയറിയപ്പോൾ നല്ല കാറ്റായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ അധികം കാറ്റൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഏറമാടത്തിൽ കയറി ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മോള് പടപടേന്ന് കയറിപ്പോയി. ഞാൻ വിചാരിച്ചില്ല മോൾ ഇത്ര പെട്ടെന്ന് കയറുന്നു. അവൾക്കൊരു പേടിയില്ലേ അല്ലേ മോളെ? അങ്ങനെ പടപടേന്ന് കയറി പോവുകയും ചെയ്തു, ഇറങ്ങി വരികയും ചെയ്തു അല്ലേ പാറു? പിന്നെ അവിടെ പിന്നെ സ്റ്റെപ്പ് കുറച്ച് ലൂസാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അത് മുഴുക്കെ കയറുകൊണ്ട് കെട്ടി വെച്ചിറക്കാം, ഒന്ന് ഇളക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നടന്ന് ക്ഷീണിച്ചാലേ ഇരിക്കാൻ കുറേ സീറ്റും ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എൻ്റെ അമ്മോ, ഏർമാടത്ത് നോക്കിയേ, തിരക്ക് കൂടി. ഒക്കെ കുട്ടികളാണ്, ഒക്കെ ഏർമാടത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ഞാനൊന്ന് മാറി നിന്നപ്പോൾ നിങ്ങൾ 2 പേര് ഊഞ്ഞാലാടാണ് അല്ലേ? ശരിക്കും ഇരുന്ന് ആടിക്കേ, എന്നാ കാണട്ടെ. അതാ ലിമോ അവിടെ ഇരുന്ന് ആടുന്നു ഊഞ്ഞാല്, പാറു ഇവിടെ ഇരുന്ന് ആടുന്നു ഊഞ്ഞാല്. അച്ഛന്മാർക്ക് മാത്രമേ ഊഞ്ഞാലില്ലല്ലേ മോളു? ബാക്കിൽ ഊഞ്ഞാലുണ്ടല്ലോ, ഞാൻ അതിലിരുന്നല്ലോ. അച്ഛ അത്ര തടിയൊന്നും ഇല്ലല്ലോ. എത്രയോ വർഷം മുമ്പേ ആടിയതാ ഞാൻ, കുട്ടിക്കാലത്ത് എപ്പോഴോ ഊഞ്ഞാലാടിയതാണ്. നല്ല കാറ്റ് ഇല്ല ലിമോ? ഊഞ്ഞാലാടുമ്പോഴേ നല്ലൊരു കാറ്റ്, ഏസിയുടെ ആവശ്യമൊന്നുമില്ല. ഓ എന്തൊരു രസം. കുഞ്ഞാ നല്ല രസം കിട്ടാ ഊഞ്ഞാലാടാൻ. എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നില്ലിമോ. ഇനി ഇരുന്നാലും ഞാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, വൈകുന്നേരം വരെ ആടും. അത് കാരണം ഇവിടെ ഊഞ്ഞാലുണ്ട്, എല്ലാ സ്ഥലത്തും ഊഞ്ഞാലുണ്ടല്ലോ. ഇവിടെ നിന്ന് ആടി നോക്കട്ടെ. ഇതിനെ കാട്ടി സുഖം അതാണ് കേട്ടാ. ഒരു 1.5 കിലോമീറ്റർ നടന്നു, ഇനിയും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് നടക്കുന്തോറും നമുക്ക് ഈ പാറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട്, കണ്ട ഇവിടെയൊക്കെ സേഫ്റ്റി സോണാണ്. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് കേട്ടോ, എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതിനെ കുറച്ച് നടക്കാനുണ്ട്, സൂക്ഷിച്ച് നടക്കണം. നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇവിടെ മുഴുക്ക കല്ലും മുട്ടിയും കാര്യങ്ങളാണ്. പിന്നെ സീനറി കണ്ടോ, സീനറി അടിപൊളിയാണ്, കണ്ട നല്ല രസത്തിലെ കാണാൻ. അങ്ങനെ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ആവാറായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പാറു എക്സ്പീരിയൻസ്? ഞങ്ങൾ ഏകദേശം ഒരു 1 മണിക്ക് ഇവിടെ എത്തിയില്ലേ, 1 മണിക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. നല്ല തണുത്ത അന്തരീക്ഷം ആയിരുന്നു. പിന്നെ ഇത് ഫാമിലിക്ക് വരാൻ പറ്റാവുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഫാമിലിക്കും കുട്ടികൾക്കും മധ്യവയസ്കർക്കും എല്ലാവർക്കും വരാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറമാടത്തിലൊക്കെ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടുത്തെ സ്റ്റെപ്പൊന്നും അധികം സേഫ് അല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അവർ പറഞ്ഞ സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം അതാണ് അലൗഡ്. അല്ലാത്ത സ്ഥലത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത് പറഞ്ഞാൽ ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഫൈനാണ് ഇവിടെ. അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പായിട്ടൊക്കെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. എല്ലാവർക്കും കൂടി വെള്ളത്തിൽ
ആർമാദിക്കാം. പിന്നെ ഓരോരോ സെക്ഷനിലും ഗാർഡുകളുണ്ട് അല്ലേ? അപ്പം നമുക്ക് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അപ്പോൾ അത് ആ കാര്യമൊക്കെ സേഫാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് അത് നടക്കാനുണ്ട്, കളിക്കാൻ വേണ്ടി പോവാൻ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 1-1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ സ്നാക്സിൻ്റെ കടകളും ജ്യൂസിൻ്റെ കടകളും ചെറിയ ചെറിയ തട്ടുകടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.